കേരളത്തിൽ ഇസ്ലാമിക മതതീവ്രവാദം വളർത്താൻ LDFും UDFും മത്സരിക്കുകയാണെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഇടത് വലത് മുന്നണികൾ തീവ്രവാദ പ്രസ്ഥാനങ്ങളോട് കാട്ടുന്ന മൃദു സമീപനം കൊണ്ടാണ് നിരോധിച്ചാലും അവ പുതിയ പേരിൽ പ്രത്യക്ഷപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസിന്റെ 3ാം ബലിദാന ദിനത്തിൽ ആലപ്പുഴയിൽ സംഘടിപ്പിച്ച ജനജാഗ്രതാ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന CPMന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിലുള്ള മുന്നണികൾ, ആ മുന്നണികൾ ഭീകരവാദത്തോട് സ്വീകരിക്കുന്ന മൃദു സമീപനം, ആ മൃദു സമീപനമാണ് ഇങ്ങനെ പുതിയ പേരുകളിൽ പുതിയ മുദ്രാവാക്യങ്ങളുമായിട്ട് രംഗത്ത് വരാൻ അവർക്ക് ശക്തി നൽകുന്നത്. മെക്സവൻ എന്ന ഓമന പേരിൽ പിറവിയെടുത്ത NDF തീവ്രവാദ കൂട്ടായ്മയെ LDFും UDFും പ്രോത്സാഹിപ്പിക്കുകയാണ്. കൂട്ടായ്മയ്ക്ക് പിന്നിൽ പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയുമാണെന്ന ആരോപണം ഉന്നയിച്ച കോഴിക്കോട് CPM ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് പാർട്ടി പ്രസ്താവന തിരുത്തിച്ചു. UDF ഭരണകാലത്താണ് കേരളത്തിൽ ഇസ്ലാമിക ഭീകര പ്രസ്ഥാനങ്ങൾ പടർന്നു പന്തലിച്ചത്. ഭീകരവാദികൾക്ക് CPMും കോൺഗ്രസും കേരളത്തിൽ സുരക്ഷിത താവളമൊരുക്കുകയാണെന്നും വി മുരളീധരൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകൾക്ക് കൈക്കൂലി കൊടുത്ത അതേ കമ്പനി ഭീകരവാദത്തിന് ഫണ്ട് ചെയ്തിട്ടുണ്ടെന്ന SFIO സംശയം ഗൗരവതരമാണ്. മകൾക്കും ഭീകരവാദികൾക്കും ഒരേ കമ്പനി പണം നൽകുന്നത് എന്തിനാണെന്ന് പിണറായി വിജയൻ കേരളത്തോട് വിശദീകരിക്കണമെന്നും വി മുരളീധരൻ ആവശ്യപ്പെട്ടു. മാർക്സിസ്റ്റ് പാർട്ടി ഒരു വശത്ത് ഞങ്ങൾ ഭീകരവാദികൾക്കെതിരായിട്ട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്ന ആളുകളാണ് എന്ന് പ്രഖ്യാപിക്കുന്ന മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ സർക്കാരിന് പങ്കാളിത്തമുള്ള കമ്പനി ഭീകരവാദികൾക്ക് സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ടോ എന്നുള്ള സംശയം, എന്നുള്ള വിവരമടക്കം ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്ന ഏജൻസി പുറത്തു കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ കേരളത്തോട് വിശദീകരിക്കണ്ടേ? അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ 3ാം ബലിദാന ദിനത്തിൽ ആലപ്പുഴ ടൗൺ ഹാൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച ജനജാഗ്രതാ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വി മുരളീധരൻ. BJP ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ, BJP സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ, OBC മോർച്ച സംസ്ഥാന പ്രസിഡന്റ് NB രാധാകൃഷ്ണൻ, BJP ദേശീയ കൗൺസിൽ അംഗം വെള്ളിയാകുളം പരമേശ്വരൻ, സംസ്ഥാന വക്താവ് സന്ദീപ് വാചസ്പതി, ദക്ഷിണമേഖലാ അധ്യക്ഷൻ K സോമൻ, സംസ്ഥാന സമിതി അംഗങ്ങളായ ഷോൺ ജോർജ്, ബിബിൻ സി ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ജനം, ആലപ്പുഴ.